ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു. ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ്റെ പാപനിമിത്തം മരണമുണ്ടായി. മരണശേഷം മനുഷ്യൻ ഈ മണ്ണിലേക്ക് മടങ്ങുന്നു. ചിലർ ദഹിപ്പിക്കുന്നു, ചിലർ മറവ് ചെയ്യുന്നു. എന്നാൽ പാപക്ഷമ പ്രാപിക്കാത്ത മനുഷ്യൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതിൻ്റെ സ്ഥാനം നരകത്തിലേക്കായിരിക്കും. പാപക്ഷമ പ്രാപിച്ചവൻ്റെ ആത്മാവ് സ്വർഗരാജ്യത്തിലെത്തും. മനുഷ്യരെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ ഭൂമിയിൽ ജാതനായി. തിരുവെഴുത്തുകൾ നിവൃത്തിയാകും വണ്ണം ക്രൂശിൽ യേശുവിനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തുമായി ക്രൂശിച്ചു. ഇത് യെശയ്യാ പ്രവാചകൻ്റെ പ്രവചന നിവൃത്തിക്കായി സംഭവിച്ചു. യെശയ്യാവ് ഇപ്രകാരം പ്രവചിച്ചിരുന്നു: അവൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. യേശു കർത്താവ് നിരപരാധിയായിരുന്നിട്ടും നമ്മുടെ പാപനിമിത്തം നമുക്ക് വേണ്ടി അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവനിലുള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിക്കാൻ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ.